സുപ്രധാന വാർത്ത. അപെക്സ് ടോക്കൺ എന്ന മണി ചെയിൻ കമ്പനി പൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവ്. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ പണം പല മടങ്ങായി പിരമിഡ് സ്കീമിലൂടെ ഇരട്ടിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകിയാണ് അപെക്സ് ടോക്കൺ എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനി സോഷ്യൽ മീഡിയ വഴി നിരവധി മലയാളികളെ കബളിപ്പിച്ചുകൊണ്ട് പണം ശേഖരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ പണം തട്ടിയെടുത്ത നിരവധി കമ്പനികളിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് പണമാണ് തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി വിദേശത്തേക്ക് കടത്തിയത്. ഇത്തരം കമ്പനികളിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ട നിരവധി ആളുകളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത്. MTFE, ഫിൻടോച്ച്, ടൈറ്റാൻ ക്യാപിറ്റൽ, സിൻസിയർ സിസ്റ്റം ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വൻ തട്ടിപ്പ് നടത്തിയത്. ഇത്തരം കമ്പനികൾ ഇതിന്റെ പ്രൊമോഷനു വേണ്ടി ആദ്യം പണം മുടക്കും. സൂം മീറ്റിംഗിലൂടെയും ഹോട്ടലുകളിൽ ഇവന്റുകൾ സംഘടിപ്പിച്ചുമാണ് പ്രൊമോഷൻ നടത്തുന്നത്. പിന്നീട് കൂടുതൽ പണം അവരുടെ കയ്യിൽ ലഭിക്കുമ്പോൾ കോടികളുമായി മുങ്ങുകയാണ് ചെയ്യുന്നത്. നിരവധി പരാതികളാണ് സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾക്കും കേന്ദ്ര ഏജൻസികൾക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചത്. കേരളത്തിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം മണി ചെയിൻ പിരമിഡ് സ്കീം കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഇസ്രായേലിന് എതിരായി പ്രവർത്തിക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്കാണ് ഇന്ത്യയിൽ നിന്നും ക്രിപ്റ്റോ കറൻസി മുഖേനയാണ് വിദേശത്തേക്ക് പണം കടത്തുന്നത് എന്ന് ഇസ്രയേലിന്റെ IDF, മൊസാദ് തുടങ്ങിയ ഏജൻസികൾ ഇന്ത്യൻ സർക്കാരിന് വിവരം നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചു തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ ഏജൻസികൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അപെക്സ് ടോക്കൺ എന്ന പിരമിഡ് സ്കീം വൻ തട്ടിപ്പാണ് നടത്തിവരുന്നതെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത്. മുൻപ് മോറിസ് കോയിന്റെ പേരിൽ പണം ഇരട്ടിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകി കോടികളാണ് കേരളത്തിൽ നിന്നും ISI, ഹിസ്ബുള്ള, ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് കൈമാറിയത്. ഇപ്പോൾ ദുബായിൽ നിന്നും അതേ ടീമാണ് അപെക്സ് ടോക്കണിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നു. കേരളത്തിൽ നിന്നും കോടികളാണ് അപെക്സ് ടോക്കൺ എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനി ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ക്രിപ്റ്റോ കറൻസിയിലൂടെ കൈമാറിയത് എന്ന് കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ച അതീവ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നടപടി. അപെക്സ് ടോക്കൺ എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ താൽക്കാലിക CEO ഉടൻ അറസ്റ്റിലാകും എന്നാണ് ഏറ്റവും പുതിയ സൂചന. അപെക്സ് ടോക്കൺ CEO UK കടക്കാൻ സാധ്യത മനസ്സിലാക്കി എല്ലാ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. അമേരിക്കൻ പൗരത്വമുള്ളതും പാലസ്തീൻകാരനുമായ ആഷ് മുഫാരെ എന്നറിയപ്പെടുന്ന അഷ്റഫ് ആഷ് മുഫാരെ ഓൺ പാസീവ് എന്ന പേരിൽ 2019 മുതൽ ഹമാസിനു വേണ്ടി വിദേശത്തേക്ക് കടത്തിയത് 2400 കോടിയാണ്. ഓൺ പാസീവ് കമ്പനിയുടെ ഫൗണ്ടർഷിപ്പ് നൽകാം എന്ന വാഗ്ദാനത്തിലാണ് $100 തുല്യമായ ഇന്ത്യൻ രൂപ വാങ്ങിയത്. ഇതിൽ വലിയൊരു ഭാഗം പണവും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് കൈമാറി എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റതിനു ശേഷം ആഷ് മുഫാരെ അമേരിക്കയിലേക്ക് എത്തിയാലുടൻ അറസ്റ്റ് ചെയ്യുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കേരളത്തിൽ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ച ഹൈറിച്ച് കമ്പനി ഉടമ പ്രതാപൻ കഴിഞ്ഞ വർഷം 2700 കോടി രൂപയുടെ തട്ടിപ്പാണ് മണിചെയിൻ പിരമിഡ് സ്കീം മുഖേന നടത്തിയത്. കേരളത്തിൽ ഇപ്പോഴും നിരവധി മണിചെയിൻ കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പലതും ചുരുങ്ങിയ സമയം കൊണ്ട് കോടികളുമായി നിർത്തിപ്പോയതായും കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇൻഫിൻക്യൂ, വെദർ, ഗ്രാവിറ്റി മെറ്റ, ഏജിയോൺ, ക്രിപ്റ്റ് റിവ, ട്രഷർ NFT, യൂണിറ്റി മെറ്റ പോലെയുള്ള വൻകിട തട്ടിപ്പിനിടയിൽ ചെറുതും വലുതുമായ നിരവധി ഓൺലൈൻ പിരമിഡ് സ്കീമുകൾ ഓരോ ദിവസവും മുളച്ചുവരുന്നു. നിരവധി ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. അപെക്സ് ടോക്കൺ വില കുതിച്ചുയരും എന്ന മോഹന വാഗ്ദാനം നൽകിയാണ് ടോക്കൺ സ്റ്റേക്കിംഗായും ഇല്ലാത്ത കമ്പനിയുടെ ഷെയർ വാങ്ങിപ്പിച്ചും അപെക്സ് ടോക്കണിന്റെ പേരിൽ പണം സ്വരൂപിച്ചു വരുന്നത്. 2010 ഒരു ബിറ്റ് കോയിന്റെ വില $1 ആയിരുന്നുവെന്നും ഇപ്പോൾ ബിറ്റ് കോയിന്റെ വില ലക്ഷങ്ങളാണെന്നും അപെക്സ് ടോക്കൺ വില ബിറ്റ് കോയിൻ പോലെ കുതിച്ചുയരും എന്ന മോഹന വാഗ്ദാനം നൽകിയാണ് കബളിപ്പിക്കുന്നത്. 2, 3, 4 ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു എങ്കിലും അപെക്സ് ടോക്കണിന്റെ വില 0 എത്താൻ ഇനിയും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. കഴിഞ്ഞ മാസം അപെക്സ് ടോക്കണിന്റെ സ്വന്തം എക്സ്ചേഞ്ച് എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് എക്സ്ചേഞ്ച് അവതരിപ്പിച്ചു. പക്ഷേ പണം നിക്ഷേപിച്ചവർക്ക് $1 പോലും പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതിയാണ് കേരളത്തിൽ നിരവധി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. കേരള പോലീസും ക്രൈം ബ്രാഞ്ചും
ഇത് സംബന്ധിച്ച് അപ്പെക്സ് ടോക്കണിന്റെ പ്രൊമോട്ടർമാരെ ചോദ്യം ചെയ്തു വരുന്നു. അപ്പെക്സ് ടോക്കണിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപകർ പരാതിയിൽ പറയുന്നത് ആഴ്ചയിൽ $10 പിൻവലിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നും വരും ആഴ്ചകളിൽ $50 വീതം മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിക്ഷേപകരായ പരാതിക്കാരെ ഈ വലയിൽ വീഴ്ത്തിയവർ പറയുന്നത്. ഏതു സമയവും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഭയന്ന് പല ലീഡേഴ്സും ഇതിനോടകം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നാടുവിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ നിയമപരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇത്തരം പിരമിഡ് സ്കീമുകളുടെ വളർച്ചയ്ക്ക് കാരണം. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ അസോസിയേഷൻ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ക്രിപ്റ്റോ പിരമിഡ് സ്കീമുകളുടെ മേൽ അടിയന്തരമായി നിയന്ത്രണം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചതായും കേരള ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ അറിയിച്ചു. മണി ചെയിൻ മോഡൽ, MLM, ക്രിപ്റ്റോ തുടങ്ങിയ മേഖലകളിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ ന്യൂസ് ഉടൻ തന്നെ നിങ്ങളുടെ കാതിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഞങ്ങളുടെ ടീം നിങ്ങളുടെ അഭിപ്രായം പരിഗണിച്ച് വിശദമായ അന്വേഷണം നടത്തി ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഈ പുതിയ ചാനൽ എത്തിക്കുക. നന്ദി. ജയ് ഹിന്ദ്.